പുതിയൊരു മന്ത്രി നമ്മുടെ കേരളത്തിൽ KSRTCക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇപ്പോൾ എത്തിയപ്പോൾ വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഗവൺമെൻറ് നല്ലൊരു ഫണ്ട് എല്ലാ മാസവും വളരെ കൃത്യതയോടുകൂടി KSRTC കൊടുക്കുകയാണ്. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായും ശമ്പളം ഉൾപ്പെടെ കൊടുക്കുവാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ അതിൽ നിന്നും വലിയ മാറ്റമുണ്ടാകുകയാണ്. നമുക്ക് ഓരോ KSRTC സ്റ്റാൻഡുകൾക്ക് നമുക്ക് എത്രത്തോളം വരുമാനം നമുക്ക് സൃഷ്ടിക്കുവാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത്. ഇവിടുത്തെ KSRTCക്ക് വഴിയോര ബിൽഡിംഗ് നമുക്കിവിടെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം, ചടയമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെട്ട നമ്മുടെ KSRTC പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ KSRTCയുടെ നേതൃത്വത്തിൽ ചടയമംഗലത്ത് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ഏക ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായം കിട്ടിയത് കൊണ്ട് മാത്രമാണ് 3.5 ഏക്കർ സ്ഥലം ഇവിടെ അവർ ഏറ്റെടുത്ത് കൊടുക്കുവാൻ സാധിച്ചത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് നമുക്ക് ഇവിടെ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങുവാൻ നമുക്ക് സാധിച്ചു. അതിലൂടെ ഉള്ള വരുമാനവും നമ്മുടെ KSRTC കിട്ടുന്നു. ബസ് കയറാൻ വേണ്ടി വരുന്ന ഏത് ആൾക്കാർക്കും നമുക്ക് ഇവിടെ വരുവാനും അത്യാവശ്യം ബാത്റൂമിൽ പോകാനും കുഞ്ഞുണ്ടെങ്കിൽ അതിന് മുലയൂട്ടുവാനും എല്ലാം കഴിയത്തക്ക നിലയിലുള്ള ഒരു വഴിയോര കേന്ദ്രം കൂടി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ പരിശീലന കേന്ദ്രം മാറാൻ പോവുകയാണ്. പൊതുജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി KSRTC ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ആദ്യത്തെ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന കാര്യമാണ്, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉളവാക്കുന്നതാണ്. നമ്മൾ പല പദ്ധതികളും KSRTCയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, KSRTCയുടെ താഴെ തലത്തിൽ മുതൽ മുകളിൽ വരെ വളരെ ആസൂത്രിതമായിട്ടാണ് അടുത്ത ഇപ്പോൾ 6 മാസത്തെ പ്ലാൻ തയ്യാറാക്കുകയും അല്ലെങ്കിൽ 1 വർഷത്തെ പ്ലാൻ ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്ത് 6 മാസത്തെയും പിന്നെ ഓരോ മാസത്തെയും ഇങ്ങനെ വെച്ചിട്ടാണ് ഓരോ പദ്ധതികളും നമ്മൾ അതിൽ വരാൻ സാധ്യതയുള്ള സങ്കീർണതകൾ എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതെല്ലാം വച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോരോ പദ്ധതികളായി നടപ്പിലാക്കി വരുന്നത്. KSRTC ഏറ്റവും അധികം ലാൻഡ് ഉള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനം കൂടിയാണ്. അതിൽ നിന്ന് എന്തുമാത്രം മോണിറ്റൈസ് ചെയ്യാം, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വഴി എങ്ങനെയെല്ലാം KSRTCയെ നഷ്ടമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ പദ്ധതികളുടെയും ചുരുക്കമെന്ന് പറയുന്നത്. ബഹുമാന്യനായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ശ്രീ PS പ്രമോദ് ശങ്കർ CMD KSRTC, ഏറെ ബഹുമാന്യയായിട്ടുള്ള ഉദ്ഘാടക നമ്മുടെ കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണി അവർ